ശരീഅത്ത് നിയമം അനുസരിച്ച് സ്ത്രീകളുടെ ശരീരമൊക്കെ ഭംഗിയായി മറച്ചുകൊണ്ട്, സംഗീതമൊക്കെ നിഷിദ്ധമാക്കിക്കൊണ്ട്, ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജിമ്മ് കേരളത്തില് ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മ്. പാലക്കാടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ജിമ്മിന്റെ അനിവാര്യത തീർച്ചയായിട്ടും ഇല്ലേ? പിന്നെ അതില്ലാതെ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ശരിക്കും ഒരു ജിമ്മ് പോരാ, എല്ലാ ജില്ലയിലും ഓരോ ജിമ്മ് വേണമെന്നുള്ള. ഇത് നവാസ് മുത്തു എന്ന് പറയുന്ന ഒരുത്തനാണ് വന്നിട്ട് ഇത് പറഞ്ഞേക്കണത്. ജിമ്മ് പുതിയതൊന്നുമല്ല, ജിമ്മ് 15 കൊല്ലമായിട്ട് അവിടെ ഉള്ള ജിമ്മാണ്. ഇപ്പൊ റിനോവേറ്റ് ചെയ്തേക്കണാണ്. ഈ കാശ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് ആദ്യം തന്നെ അന്വേഷിക്കേണ്ടത്. എന്തിനാണ് അത് അങ്ങനെ അതാണ് ഏറ്റവും ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഈ പണം എവിടെ നിന്നാണ് വന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ വാർത്ത ആയതുകൊണ്ട് നാഷണൽ ചാനലുകൾ, ന്യൂസ് 18-ഉം റിപ്പബ്ലിക്കും അടക്കം എല്ലാ ചാനലുകളും, NDTV അടക്കം എല്ലാ ചാനലുകളും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാർത്ത കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്ത് അതുപോലെയുള്ള സംഘടനകളൊക്കെ ഒന്ന് പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ല ഈ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ ഗൗതത്തിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ അസറ്റ് ഹോംസ് ഈ ശരിയ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഫ്ലാറ്റുകൾ പണിതായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അത് ഏതാണ്ട് ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് അന്ന് പെട്ടതാണ്. പിന്നെ അന്നൊക്കെ അത് അത്ര വലിയ വിഷയമൊന്നും അല്ലാത്തതുകൊണ്ട് അത് പോയി. അതിനുശേഷം നമുക്ക് ഈ അടുത്ത് തന്നെ ഓർമ്മയുണ്ടാവുമല്ലോ, അതായത് നോൺ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ കൊണ്ടുവന്ന് ബോർഡ് വെക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇനി ഇത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് ജിം ജിഹാദ് എന്ന് വിളിക്കുന്ന പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് ഇക്കണോമിക്കലി വൈബിളായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിൽ തന്നെയുള്ള പല ഹെൽത്ത് ക്ലബ്ബുകളും ജിമ്മുകളും ഒക്കെ എനിക്കറിയാം. അവർ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറച്ച് ആളുകളെ വരുള്ളൂ. പിന്നെ അവർ ഈ പറയുന്ന യൂണിസെക്സ് ഹെൽത്ത് ക്ലബ്ബുകളാക്കി അതിനെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതും മറ്റേ പാലക്കാടുള്ള ഒരു സ്ഥലത്ത്, അവിടെ നിരവധി ജിമ്മുകളുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലം വെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുമാരപുരോ അവിടെ ആ സ്ഥലത്ത് കൊണ്ടുപോയി ജിം വെച്ചിട്ട് ഇത് ഒരു കാരണവശാലും ഇത് വളരെ ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പുതുനഗരം. അവിടെയാണ് സ്ഥലം. അവിടെ ഒന്ന് നടത്തിക്കൊണ്ടുപോകാൻ ഇത് കഴിയില്ല. അപ്പൊ പിന്നെ ഇത് പറയുന്നതിന്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സംശയത്തിന് ആനുകൂല്യം അവന് കൊടുക്കണം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമേ ഇൻസ്റ്റയിലൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറെ ആളുകൾ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ പുള്ളി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നു. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ജിമ്മാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സൗകര്യമുള്ള ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജിമ്മായിരിക്കും എന്നാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് വളരെ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. ഇത്തരത്തിലുള്ള നേരത്തെ PFI പോലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാഷണൽ മീഡിയ മുഴുവൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കേരളത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ കേരള സ്റ്റോറി 1ഉം 2ഉം ഒക്കെ ഇറക്കി ഉത്തരേന്ത്യ മുഴുവൻ ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിലാണ് ഇത് കൂടി വന്നത്. ഇതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓക്കെ, ആളുകൾ നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ല സാറേ, ശരീഅത്ത് നിയമപ്രകാരം ഇതൊക്കെ ഓക്കെയാണ്. പിന്നെ എങ്ങനെയാ അനാവശ്യമാവുന്നത്? അവരവരുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഒരു മുസ്ലിമിന്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനത്തില് എന്ത് ചട്ടപ്രകാരം, എന്ത് ചട്ടമാണ് അവിടെ അയാൾ ശരീഅത്ത് നിയമപ്രകാരം ഇതിൽ തെറ്റൊന്നുമില്ല. നിയമപ്രകാരം ഇതിൽ തെറ്റൊന്നുമില്ല. ഇതിൽ ഒരു കുഴപ്പമില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ചോദിക്കുന്നത്, ഒരു സാധാരണ 15 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജിം, ആ ജിമ്മിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വെളിപാട് ഉണ്ടായിട്ട് എന്താണ്? തലേദിവസം കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടിട്ട് നേരെ എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള ഒരു ജിമ്മ് തുടങ്ങിയോ? ഇതിന്റെയൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ പോലും അല്ല, ഇനിയും ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ വരും. നിയമപരമായി നോക്കിയാൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ ജിമ്മുകൾ ഏതെങ്കിലും ഫിനാൻഷ്യലി വയബിൾ ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇപ്പൊ അവിടെയുള്ള മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകൾ മുഴുവൻ ജിമ്മിൽ പോകാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജിം ആലോചിച്ചിരുന്നതാണ്? അതൊന്നുമല്ല. ഒന്നാമത്തെ അവര് വളരെ കുറച്ച് ആളുകളെ ജിമ്മിൽ പോകുന്ന ഒരു കൾച്ചറൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇംഗ്ലണ്ടിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും പല വീഡിയോസ് പോലും കറങ്ങുന്നുണ്ട്. ഫുൾ പർദ്ദയിട്ട് ഹിജാബൊക്കെ ധരിച്ച് എല്ലാം മറച്ചുകൊണ്ട് സ്ത്രീകൾ വ്യായാമങ്ങൾ ചെയ്യുന്നത്. സ്ത്രീകൾ വ്യായാമം ചെയ്യണ്ടെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. നാളെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ടൈമിംഗ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഈ എറണാകുളത്തടക്കം നിരവധി സ്ഥലങ്ങളിൽ പലപ്പോഴും ജിമ്മുകൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കറിയാം, ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഹെൽത്ത് ക്ലബിൽ അവര് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേറെ ആണുങ്ങളൊന്നും വരാനില്ല.
സാർ ഓഫീസിൽ പോകണവരൊക്കെ പോകും. അത്തരത്തിലുള്ള ഒരു ടൈം അവർ ക്രമീകരിച്ചിരുന്നു. 2 മണിക്കൂർ ടൈം മാത്രം ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു സെഷനിൽ വരാൻ വേണ്ടിയിട്ട്. ലേഡീസിന് ട്രെയിനറേയും അവർ വെക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു. പിന്നെ അതുപോലും കൃത്യമായി നടന്നു പോയില്ല. അതുകൊണ്ട് അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു. മനസ്സിലായി? അപ്പൊ അങ്ങനെ പോലും ആളെ കിട്ടാനില്ല ഇവിടെ. അപ്പൊ ആളെ കിട്ടാനില്ലാത്തൊരു സ്ഥലത്ത്, അതും എവിടെ, കൊച്ചിയിലോ പോലെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആളുകൾ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ല, അത് പാലക്കാട് പുതുനഗരത്തിൽ പോയിട്ട് ഈ നവാസ് മുത്ത് ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്ന ഒരു ഐഡിയ ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇനിയിപ്പോ ഇതിന്റെ പുറകെ വേറെ എന്തെങ്കിലും, ഇനിയിപ്പോ ഇതല്ലെങ്കിൽ അടുത്ത കാര്യം വരും. ഇപ്പൊ ഗൗതമൊക്കെ പലപ്പോഴും പറയില്ലേ, മറ്റേ ഭാരതാംബയല്ലേ പടോടിരുന്നോട്ടെ, ഒരു പാട്ടല്ലേ അതങ്ങ് പാടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അടുത്തത് വരും, അതിനേക്കാൾ വലുത് വരും. ഇപ്പോഴാണ് ജിം എന്ത് ചെയ്യണത്, ഭാരതാംബി ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതെ, എല്ലാം അത് തന്നെ. എല്ലാം ഇതുപോലെ അവരവരുടെ ഐഡിയോളജി ഈ പറയുന്ന പോലെ പ്രചരിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. അല്ലാതെ ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അത് കുറച്ചും കൂടി ഇതാണ്. കാരണം പെട്ടെന്ന് എതിർക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കഴിക്കും. ഈ സംഭവം നാളെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നിയമപരമായിട്ട് എന്താ പ്രശ്നമുള്ളത്? എന്താ പ്രശ്നം പറയാൻ പറ്റുമോ? നിയമപരമായിട്ട് ഇത് തുടങ്ങണ്ട എന്ന് പറയാൻ എന്താ ഉള്ളത്? പിന്നെ എന്തിനാ പ്രശ്നമാക്കുന്നത്? ഏതാ പ്രശ്നമൊന്നുമില്ലെന്നേ. ഇത് ആരാ പ്രശ്നമൊക്കെയത്? അവിടെ തുടങ്ങി അവിടെ പൂട്ടിക്കോളും. ഒരു 6 മാസം കഴിയുമ്പോൾ പൂട്ടിക്കോളും. പക്ഷെ പ്രശ്നം ഇവനല്ലാതെ വേറെ എവിടെന്നെങ്കിലും ഫണ്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അത്രയുള്ള പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേര് തന്നെ ഇപ്പം ഇവര് പുതുതായി 15 വർഷമായിട്ട് ഈ രീതിയിൽ ഈ സമ്പ്രദായത്തിൽ നീങ്ങുന്നുണ്ട്. പക്ഷെ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം ആയിട്ടായിരിക്കുന്നത്. ഇപ്പോ ഇസ്ലാമിക് ഫ്രണ്ട്ലി ഹോട്ടൽ, ഇസ്ലാമിക് ഫ്രണ്ട്ലി ബാർബർ ഷോപ്പ്, ഇസ്ലാമിക് ഫ്രണ്ട്ലി റെസ്റ്റോറന്റ്, ഇസ്ലാമിക് ഫ്രണ്ട്ലി, അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഹിന്ദു ഫ്രണ്ട്ലി എന്താണ് ഹോട്ടലുകൾ, ഹിന്ദു ഫ്രണ്ട്ലി മറ്റേ ഇത് എല്ലാം ക്രിസ്ത്യൻ ഫ്രണ്ട്ലി എല്ലാം വരട്ടേന്ന്. സമൂഹം വിഭജിക്കപ്പെട്ടു. അതാണ് ഇതിന്റെ ഉദ്ദേശം. അത്ര ഉള്ള കാര്യം. ഇപ്പൊ നാളെ ഇത് ഞാനിപ്പോ ഒരു എന്റെ കുറച്ച് ആചാരങ്ങൾ കൊണ്ടുവന്ന് ഞാൻ ഹിന്ദു ഫ്രണ്ട്ലി ജിം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തീർക്കാൻ പറ്റും? കാരണം ആർക്കും എതിരല്ല. ഗൗതം മറ്റേ പണ്ട് ചോദിച്ചിട്ട് പോലെ വേറെ ആൾക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ, സാറേ ഞാൻ മനുഷ്യനല്ല, ഞാൻ ഹിന്ദുവാണ്. ഹിന്ദു കഴിഞ്ഞിട്ടേ ഞാൻ മനുഷ്യനാവുന്നു. അതേപോലെ അതേപോലെ ചിലവര് പറയുന്നു എനിക്ക് ഏറ്റവും ആദ്യം പ്രധാനം എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ക്രിസ്ത്യനാണ്, അല്ല ഞാനൊരു മുസ്ലിമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മനുഷ്യത്വം വരും. മനുഷ്യത്വം ഇതൊക്കെ കഴിഞ്ഞിട്ടേ മനുഷ്യത്വം വരുള്ളെങ്കിൽ അവിടെ തന്നെ സാരമായ പ്രശ്നമുണ്ട് ഒരു സൊസൈറ്റി. അതായത് അവൻ പിന്നെ അപ്പൊ ഹിന്ദു ഇവിടെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ മനുഷ്യത്വം തന്നെ. ഇപ്പൊ ആദ്യം ഹിന്ദു ആണ്, പിന്നെ ഈ പറയുന്ന പോലെ നായരാണ് അല്ലെങ്കിൽ ഈഴവനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 5-8 പടി കൂടി കഴിഞ്ഞിട്ടേ പിന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യമുള്ളൂ. ആ മനുഷ്യത്വം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇത് തുടങ്ങണ്ടെന്ന് പറയാൻ പറ്റുമോ? നാളെ മറ്റേ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി വരട്ടെ, പാഴ്സി ഫ്രണ്ട്ലി വരട്ടെ, സിഖ് ഫ്രണ്ട്ലി വരട്ടെ ജിം, എന്താ കുഴപ്പമുള്ളത്? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും ഇവിടെ നടത്തി ഫിനാൻഷ്യലി ഫീസിബിളായി വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ ബിസിനസ് അറിയുന്ന ആർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരൊറ്റ കാര്യമുള്ളൂ, പിന്നെ ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് മാത്രം ഗവൺമെന്റ് ഒന്ന് അന്വേഷിക്കണം. അത്രേ ഉള്ളു കാര്യം. ഹലാൽ ഫ്രണ്ട്ലി ഹോട്ടലുകളില്ലേ, ഏതാ ഫിനാൻഷ്യലി പോകുന്നില്ലേ? ഹലാൽ ഫ്രണ്ട്ലി ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഹലാൽ ഫ്രണ്ട്ലി ഹോട്ടൽ എന്ന് എഴുതി വെക്കാനോ പരസ്യം കൊടുക്കാനോ ഏതെങ്കിലും ഹോട്ടലുകാർ തയ്യാറായിട്ടുണ്ടോ? അവര് ഹലാൽ ഫുഡാണെന്ന് എഴുതി വെക്കും, അത്രേ ഉള്ളു. അല്ലാതെ അതിന് വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണം പോലും കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാത്തതും ഏതെങ്കിലും ഹോട്ടലിൽ ഹലാൽ ഫ്രണ്ട്ലി ഹോട്ടൽ എന്ന് പറഞ്ഞ് പേരിട്ട് തുടങ്ങുമോ? എന്താ അവര് ചെയ്യാത്തത്? ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ ഒരു സർട്ടൈൻ സെഗ്മെന്റിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വിട്ടുപോകുമെന്ന് പറയുന്ന ഭയമുണ്ട്. ഇവിടെയുള്ള ബിസിനസ്സുകാർ മുഴുവൻ ഈ പണിയൊന്നും അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അവര് ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെന്റിനെ വിട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞൊരു ബിസിനസ് നടത്തുന്നതിനേക്കാൾ എത്ര നല്ലതാണ് അവരും കൂടി ഒന്ന് 15 പേര് കയറിക്കോട്ടെ, എത്ര ഉള്ളു പ്രശ്നം. പക്ഷെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ അഭ്യാസമൊക്കെ കാണിക്കുമ്പോൾ ഇതിന്റെ പുറകിലുള്ള കാര്യം ഗവൺമെന്റ് അന്വേഷിക്കണം, അത്ര ഉള്ള കാര്യം. സിമ്പിളാണ്, വേറെ ഇല്ലോജിക്കൊന്നുമില്ല ഇല്ലേ? ഇല്ലെങ്കിൽ ഇത് 3 മാസം കഴിയുമ്പോൾ അടച്ചു കൂട്ടിക്കോളും. ഇപ്പൊ ഇവിടെ ഒരു സ്ത്രീ കൊണ്ടായിട്ട് നോൺ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പേര് വെച്ചില്ലേ, ഹോട്ടലിൽ ഇപ്പൊ അടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടില് ഇപ്പൊ മറ്റേ അത്രയും തീവ്രമായിട്ടില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്രയും തീവ്രമായിട്ടില്ല. തീവ്രമാകാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് പൂട്ടിപ്പൊക്കോളും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പൊതുനഗരത്തിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പോലും കുഴപ്പമില്ല, ഒരു 6 മാസം കഴിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, വന്ന് അന്വേഷിക്കണമെന്നാണ്. അത്രേ ഉള്ളു കാര്യം. എന്തിനാണ് സാറേ അന്വേഷണമൊക്കെ? അന്വേഷിക്കണ്ടേ? പിന്നെ ഗൗതത്തിന്റെ കയ്യിൽ കള്ളപ്പണം വന്നിട്ടുണ്ടെന്നുള്ളത് ഗൗതം അന്വേഷിക്കണ്ടേ? ഗൗതം ഇവിടെ മറ്റേ നാഷണൽ ഗൗതം എന്ത് സ്ഥാപനം നടത്തിക്കോട്ടെ, ആ സ്ഥാപനത്തിന്റെ ഫീസിബിൾ അല്ലാതെ ഗൗതം പിന്നെയും അത് നടത്തിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഗവൺമെന്റ് അന്വേഷിക്കണം. സിമ്പിളാണ് ആ കാര്യം, അത്രേ ഉള്ളു. ഇതിൽ പറയുന്നത് അത് ഏത് മനുഷ്യന്റെ കാര്യത്തിലാണ് അന്വേഷിക്കുന്നത്. അതായത് ഇടകലരരുത്, സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് തെറ്റാണ്. ഇപ്പൊ സൂംബക്കെതിരെയൊക്കെ കുറച്ച് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ മെൻ ആൻഡ് വുമൺ ഡു നോട്ട് വർക്ക് ടുഗദർ എന്ന് പറയുന്നുണ്ട്.
ഗൈഡ് ലൈൻസ് ആണ്. അതേപോലെ സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ഇടകലരുത്. വുമൺ മസ്റ്റ് കവർ ദർ ബോഡി ആൻഡ് വെയർ ഹിജബ്. മറ്റ് മതത്തിലുള്ള ആളുകൾക്കും എന്താണ് ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പുള്ളിക്ക് മറ്റേ ബുർക്കയും നിക്കാബും കൂടി വെക്കണ്ട. പക്ഷെ ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ സാറിനും ജോയിൻ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ. അല്ല, ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം രാവിലെ ഇവിടെ നിന്ന് പുതുനഗരത്തിൽ പോയിട്ട് വരാവുന്നതല്ലേ എറണാകുളത്ത് നിന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യത്തിന്റെ പുറകിൽ ഒരു ബ്രാൻഡിങ് ഒരു കമ്പനിക്ക് നടത്തുകയാണ്. ആ സത്യം പറഞ്ഞ ഗവൺമെന്റ് ഇതിനു വേണ്ടി പുതിയ നിയമം ഉണ്ടാക്കണം. ഈ ബ്രാൻഡിങ്ങിൽ യഥാർത്ഥത്തിൽ മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ ഇഴുകിച്ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമം കേന്ദ്ര ഗവൺമെന്റ് ഒറ്റടിക്ക് ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ശരിക്കും VHP അടക്കം ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്. കാരണം ഈ പൊതുനഗരത്തിൽ ഇത് 2 ദിവസം കഴിഞ്ഞ് പൂട്ടിപ്പോവും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പൂട്ടിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഫണ്ട് തന്നെ അന്വേഷിച്ചാൽ മതി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നാഷണൽ ലെവലിൽ ഇപ്പൊ കാശ്മീർ മുതൽ മറ്റേ ഏതാണ്ട് ചെന്നൈ വരെ അല്ലെങ്കിൽ കർണാടക വരെ കംപ്ലീറ്റ് ഇത് വാർത്തയായിട്ടുണ്ട്. അപ്പൊ വാർത്തയാകുന്നതിന്റെ പിന്നിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരളത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇമേജാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മളെ ഫാത്തിമ തെഹലിയ, പേരാമ്പ്ര MLA, അവര് ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിൽ വിളക്ക് തെളിയിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദമായിരുന്നു. നമ്മളത് ചർച്ച ചെയ്തതാണ്. അതിന്റെ താഴത്ത് വന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും അഭിപ്രായങ്ങളും ഈ പകൽ സമയമാണ്, നല്ല വെളിച്ചമുണ്ട്, എന്തിനാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതെന്നാണ്. എന്തിനാണ് സാർ അത് ചെയ്യുന്നത്? കുറെ പേര് ചോദിക്കുന്നേ. ഇപ്പം ജമാഅത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾക്ക് വിളക്ക് കത്തിക്കാൻ മടിയാണെന്നേ അവരുടെ ചോദ്യമാണിത്. പകലായതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ലതല്ലേ ഗൗതം? അല്ല, ഞാൻ പറഞ്ഞ ആ താഴത്ത് വന്ന കമന്റുകളിൽ ആളുകൾ ചോദിക്കുന്ന അഭിപ്രായം. അല്ല, അപ്പൊ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ രാത്രി ആണെങ്കിൽ കുഴപ്പമില്ല, വിളക്ക് കത്തിക്കും. രാത്രി അതിന്റെ ലോജിക് എന്ന് പറയുന്നത് പകല് വെളിച്ചമുണ്ട്, പിന്നെ എന്തിനാണ് ഈ വിളക്കിന്റെ വെളിച്ചമുണ്ട്? പ്രത്യേകിച്ച് ചൂടുമാണ്. പിന്നെ വിളക്കും കൂടി കത്തിച്ചൊരു ചൂട് കൊള്ളണ്ടാന്നായിരിക്കും. എന്റെ പൊന്നു ഗൗതം, ഇതൊക്കെ വേറെ ആരുടെങ്കിലും പോയി പറഞ്ഞാൽ ശരി. അതിന്റെ ഉത്തരം എന്താ? ഇതിവിടെ ഏതാ ഉത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരം ഇപ്പൊ എന്താ ഉള്ളത്? ഒരാള് ഒരു ചടങ്ങ് നടത്താൻ പോകുമ്പോ അവിടെ വിളക്ക് കത്തിക്കുന്നു. കത്തിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ഇതിന്റെ പിന്നിലുള്ളത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കത്തിക്കാതിരിക്കാം. അതിനൊരു വിരോധമില്ല. ഇവിടെ PK അബ്ദുറബ് കത്തിച്ചിട്ടില്ല, വല്ല കുഴപ്പമുണ്ടാ? പക്ഷെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ ചില കാര്യങ്ങൾ നിരാകരിക്കുമ്പോൾ, അത് കുറച്ചുകൂടി തന്ത്രപരമായി നിരാകരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ പ്രശ്നമാവും. പ്രത്യേകിച്ചും ഇപ്പൊ കേരളത്തിലും ഈ പറയുന്ന പോലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം പിടിമുറുക്കിയിട്ടുള്ള കേരളത്തിൽ. ഇനി അടുത്തൊരു കാര്യം താങ്കളോട് ഞാൻ പറഞ്ഞത്, ഇത് നേരത്തെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? VK ഇബ്രാഹിം കുഞ്ഞ. ആലുവക്കാരനാണല്ലോ. പുള്ളിനെ നിരവധി ചടങ്ങുകൾ കുളിക്കുമ്പോൾ വിളക്ക് കത്തിക്കാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നറിയോ? പുള്ളി ആ വിളക്ക് കത്തിക്കണ മറ്റേ സാധനം ഉണ്ടല്ലോ, അത് പുള്ളി ഇങ്ങനെ വളരെ വളരെ ഭയഭക്തി പോകാനത്തോട് മേടിക്കും. എന്നിട്ട് പുള്ളി പറയും, ആദ്യം തൊട്ടടുത്തേക്ക് ആളെ കത്തിക്കുന്നു പറയും. പ്രിൻസിപ്പൾ ആണെങ്കിൽ പ്രിൻസിപ്പൾ എത്തിക്കുന്നു പറയും. അത് കഴിയുമ്പോ HOD കത്തിക്കുന്നു പറയും. അത് കഴിയുമ്പോ പഞ്ചായത്ത് കത്തിക്കാൻ തിരിയുണ്ടാവില്ല. അപ്പൊ പിന്നെ പ്രശ്നം നിർത്തും. ഇത് ഞാൻ സീരിയസ്ലി പറഞ്ഞതാ. അല്ലാതെ ഇബ്രാഹിം കുഞ്ഞി പറയണേണ്, ഞാനിത് കത്തിക്കൂലെന്ന് പറഞ്ഞ പ്രശ്നവും. അപ്പൊ അങ്ങനെ വഴക്കമുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? ഇവിടെ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഒരു കുഴപ്പമില്ല ഇത് കത്തിക്കാൻ. ഈ പറയുന്ന ചില സമസ്തയുടെ അടക്കം ചില ആളുകൾ വിശ്വാസത്തിന്റെ റിജിഡിറ്റിയിൽ തന്നെ ജീവിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അനുസരിക്കാനും പറ്റില്ല. കാരണം എന്താ, അവർക്ക് പോലും വലിയ സമ്മർദ്ദം ഉണ്ടാവും. ആ വലിയ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യണേ എന്നുള്ളതാണ് ഈ ന്യായീകരണമായിട്ട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഗൗതം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഈ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാനാണ്. ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഫാത്തിമ തെഹലിയ പരിപാടിക്ക് വിളിക്കുമ്പോൾ പറയുന്നത്, അയ്യോ കത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അതുപോലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് വിളക്ക് കത്തിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വേണ്ട, കത്തിക്കണ്ട. മനസ്സിലായ? നാളെ ഇപ്പൊ രവിചന്ദ്രൻ ഒരു പരിപാടിക്ക് വരുന്നു. അപ്പൊ പുള്ളി ഒരു കോളേജിലെ പ്രൊഫസറാണ്. പുള്ളിയോട് പറഞ്ഞു ഇതിനെ വണങ്ങണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വണങ്ങാൻ താല്പര്യം വണങ്ങണ്ട. അത്ര ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടുന്നില്ല എന്ന് പറഞ്ഞ് 3 കുട്ടികൾ സുപ്രീം കോടതി വരെ പോയിട്ട് യഹോവ വിറ്റ്നസ് ആയിട്ടുള്ള കുട്ടികളോട് പാടേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഉള്ളു. പക്ഷെ ഇതെല്ലാം വിഷയമാക്കുന്നത് എന്താ വെച്ചാൽ, ഓക്കെ, ഈ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നിലവിളക്ക് കത്തിച്ചില്ലെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ടുമല്ല പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഇപ്പോഴാണ് വിഷയമാകുന്നത്. പണ്ടും ഇതുപോലെയുള്ള ചില റിജിഡായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ ചിലപ്പോൾ കത്തിച്ചിരുന്നു. ഇതൊന്നും പ്രശ്നമില്ല. പ്രധാന പ്രശ്നം സാറേ, ഞാൻ എന്നെ കാണുന്നത് ഒരു മനുഷ്യനായിട്ടല്ല, അതിനെക്കാട്ടിലും കൂടുതൽ
ഞാൻ എൻ്റെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഈ ഐഡന്റിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ ആരംഭിക്കുന്നത്. ഈ ഐഡന്റിറ്റി വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വെറുതെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതല്ല. നമ്മൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചാണ്. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഈ ഐഡന്റിറ്റി ഉയർത്താൻ വേണ്ടി ആളുകൾ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വിഷയമാകുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളാണ് ഈ പറയുന്ന പോലെ ജിമ്മും അതുപോലെ തന്നെ ജിഹാദും മറ്റേ വിളക്കും ഒക്കെ തന്നെ. അല്ലാതെ ഇവർക്ക് ആർക്കും വിളക്ക് കത്തിച്ചാലും കത്തിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഗൗതം പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ഒരു 25 കൊല്ലം മുമ്പാണ് കേരളത്തിൽ KM ഷാജി ആ പ്രസംഗം നടത്തൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രസംഗിക്കാൻ ഒരാൾക്ക് നാണക്കേട് തോന്നും. മനസ്സിലായി? 30 കൊല്ലം മുമ്പ് അങ്ങനെ പ്രസംഗിക്കാൻ നാണക്കേട് വന്നു. അതായത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞതിന്റെ എരിയുന്ന വയറിലെ തീയങ്ങാട് കട്ട് ചെയ്തിട്ട് മതമല്ല പ്രശ്നം എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ 10 ദിവസം പട്ടിണി കിടന്നുണ്ടെങ്കിൽ ഇത് മാറും. മനസ്സിലായേ? പട്ടിണി കിടക്കാത്തത് കൊണ്ടും ഇഞ്ചി കൃഷി ചെയ്ത കാശ് കയ്യിലുള്ളത് കൊണ്ടാണ് ഈ ഡയലോഗ് വിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ കാശ് കെട്ടിക്കണക്കിന് മറ്റേ കട്ടിലടി ഇത് പിടിച്ചെടുത്തല്ലോ, അതുപോലെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇത് പറയണത്. അപ്പൊ പിന്നെ അവരുടെ ഉദ്ദേശം എന്താ? പിന്നെ അവര് തന്ത്രപരമായിട്ട് ഇതിന്റെ ഡീൽ ചെയ്യണാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഗൗതത്തിനെടുത്ത് പറയാം. ഒരു ചെറിയ കാര്യം കൂടി പറയാം. അത് ഇതുമായിട്ട് തന്നെ ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ട്രോള് വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ജയറാമിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. എന്താണെന്നറിയോ? ഈ 2020 സിനിമ ഉണ്ടല്ലോ, ആ 2020 സിനിമയുടെ ലാസ്റ്റ് 5 പേരും കൂടി നടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, പിന്നെ ജയറാമും കൂടി നടക്കുന്ന ഒരു സീൻ ഉണ്ടായി. ഇതിൽ ജയറാം മാത്രമില്ല. എന്താ കാര്യം എന്നറിയോ? അതിൽ ജയറാം കേരളത്തിൽ ഇരുന്നൊരു കഥ പറയുന്നുണ്ട്. ഒരു മലയാളം ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ആ കഥയിൽ എന്താ പറയുന്നതെന്നറിയോ? അന്ന് എനിക്ക് ശബരിമല പോകേണ്ടതുണ്ടായിരുന്നു. ഈ ഷൂട്ടിങ്ങിന് വൈകി വന്നപ്പോൾ ലാസ്റ്റ് ശബരിമല പോകേണ്ട ഡേ ആയിരുന്നു. അപ്പൊ ചോദിച്ചു, ഈ 5 പേരും കൂടിയുള്ള നടപ്പ് വേണോ അതോ ശബരിമല വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശബരിമല ചൂസ് ചെയ്ത് ഞാൻ നേരെ ശബരിമലക്ക് ആണല്ലോ. ഇത് അവിടെ കൊണ്ട് കട്ട് ചെയ്യാനുണ്ട്. ഈ രംഗം കട്ട് ചെയ്ത് ഇനി അടുത്ത രംഗം തമിഴിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. തമിഴിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറയണ ഈ 2020 ഈ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ച് ഇതേ കഥ, പക്ഷെ ചെറിയൊരു ടെസ്റ്റുള്ളു. എന്നോട് ചോദിച്ച് ദീപാവലി വീട്ടിൽ പോയി കൂടണോ അതോ മറ്റേ ഇവിടെ നിൽക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ദീപാവലിയാണ് ചെയ്യുന്നത്. മനസ്സിലായേ? കുറച്ചും കൂടി പുള്ളി ഉത്തരേന്ത്യയിലേക്ക് ഹിന്ദിയിലേക്ക് കടന്നിരുന്നെങ്കിൽ രാമനവമി വേറെ. അപ്പൊ ഇതുകൊണ്ട് ഈ പറയുന്ന ഭക്തിയുടെ പ്രകടനം കാണിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ പല തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് സാറേ അടിസ്ഥാന പ്രശ്നം. അല്ല, അതൊക്കെ ആ സ്വത്വവാദം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല പക്ഷേക്ക് എത്രത്തോളം മനസ്സിലാവുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വത്വവാദത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ സ്വത്വവാദം എന്ന് പറയുന്നതിന് വേറെയും ബാഡ് മീനിങ്ങിലാണെങ്കിൽ കുഴപ്പമില്ല. സ്വത്വവാദം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാളെ നമ്മളൊരു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐഡന്റിറ്റി, ഗൗതം പറഞ്ഞ ഈ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ഉണ്ടെങ്കിൽ ഇക്കാലത്ത് എന്ത് ചെയ്യും? വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നിരവധി കലാകാരന്മാർ പോലും ഈ അഭ്യാസങ്ങളുമായിട്ട് ഇറങ്ങിയേക്കണം. ഇപ്പൊ ഗൗതം നോക്കി അമ്പലത്തിൽ പോകുന്നു, കുറിയിടുന്നു, വളരെ ഭക്തിപരതയോടുകൂടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഫോളോവേഴ്സാണ് പലപ്പോഴും ഫേസ്ബുക്കിലും. ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ആത്യന്തികമായിട്ട് ഒരു തുരുത്തായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം തുരുത്ത്, ഹിന്ദു തുരുത്ത്, ക്രിസ്ത്യൻ തുരുത്ത്, ജെയിൻ തുരുത്ത്. ഈ തുരുത്തിലെ വെള്ളമാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. തെറ്റാണ് ഗൗതം. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സമൂഹ ജീവിയാകാനും അവൻ ഈ പറയുന്ന പോലെ സ്നേഹത്തോടെ സന്തോഷമായി കഴിയാനുമാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടക്കോട്ട് പലതരത്തിലുള്ള വിഭജനത്തിന്റെ കാര്യങ്ങൾ ആളുകൾ പടച്ചുവിടുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയാണ്. ഈവൻ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഒരു രാജ്യസ്നേഹം പോലും യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. മനസ്സിലായോ? അതായത് ഈ രാജ്യത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, രാജ്യത്തിന് വേണ്ടി നീ പടവെട്ടി മരിക്കുന്നവൻ എന്ത് ഈ സ്വർഗത്തിൽ പോകും. ഈ കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി? ഏത്? ഒന്ന് തിരുവിതാംകൂർ, ഒന്ന് തൊട്ടപ്പുറത്ത് വേറെ രാജ്യമാണ്. മനസ്സിലായോ? കേരളം തന്നെ 3ആണ്. ആ തൊട്ടപ്പുറത്തേക്ക് പോയ വേറെയാണ്. അപ്പൊ അങ്ങനെ നിരവധി നാട്ടുരാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ. ഇതേ അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാനിലെ ഗോത്രങ്ങൾ തമ്മിലുള്ളത്. മനസ്സിലായി? അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അധികാരം നേടാൻ നിൽക്കുന്നവൻ അത് നേടാൻ വേണ്ടിയിട്ട് ആളുകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യമാണ്.
മനസ്സിലായി? എല്ലായ്പ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിന് ഈ കഴിഞ്ഞ തവണ ഇറങ്ങിയിട്ടുള്ള മഗധീര എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായി വരുന്ന ചെറിയ അഭ്യാസ പ്രകടനങ്ങളായി മാത്രം ഈ മറ്റേ ഹലാൽ ജിമ്മിനെയൊക്കെ നമ്മൾ കണ്ടാൽ മതി. അല്ല, ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം. അത് തന്നെ ഹലാല്, അത് തന്നെ സംഭവം. ശരിയാ ലോ പ്രകാരമുള്ള ജിം, ഇസ്ലാം ഫ്രണ്ട്ലി ജിം, ഫിറ്റ്നസ് വിത്ത് ഫെയ്ത്ത്. ഇവിടെ എന്താണ്, സംഗീതം നിഷിദ്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ് ആയിട്ട് കേൾപ്പിക്കരുത്. ഹെഡ്ഫോൺ വെച്ച് കേൾക്കാം. പക്ഷെ നമ്മള് സാധാരണ ജിമ്മിലൊക്കെ ആളുകൾ, ഇപ്പൊ സ്ത്രീകളടക്കം ഈ ചെറിയ നിക്കർ പോലത്തെ സാധനം അടക്കം ഇട്ടിട്ടാണ് വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് അവിടെയൊക്കെ പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും പാടില്ല. ശരീരമെല്ലാം മറക്കണം എന്നാണ്. അല്ല, ഇനി അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഒരു ഹിന്ദു ഫ്രണ്ട്ലി ജിമ്മും ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ജിമ്മും കൂടി വരിക എന്നുള്ളത്. അപ്പൊ ഹിന്ദു ഫ്രണ്ട്ലി ജിമ്മിലാണെങ്കിൽ അവിടെ ഹിന്ദുക്കളുടെ ഭക്തിഗാനങ്ങളും, അതുപോലെ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ജിമ്മിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും കേൾപ്പിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ മറ്റേ വിവേകാനന്ദൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഏതാണ്ട് നമ്മൾ എത്തും. സംഗീതത്തൊക്കെ എന്തിനാണ് സാർ എതിർക്കുന്നത്? എനിക്കത് ശരിക്കും ഇപ്പൊ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. സംഗീതത്തെ എന്തിനാണ് എതിർക്കുന്നത്? അതൊക്കെ വലിയ ചോദ്യമാണ്. അല്ല, ഞാനത് എനിക്ക് സാധാരണക്കാരന്റെ ഒരു ഇതിൽ നിന്ന് ചോദിക്കാട്ടോ. സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരാളുണ്ട്, ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരി. എനിക്കറിയാം സംഗീതം, അത് അവരുടെ പ്രമാണത്തിൽ അങ്ങനെയുള്ളതാണ്. സംഗീതം നിഷിദ്ധമാണെന്ന് മാത്രമല്ല, കല നിഷിദ്ധമാണ്. കല. ഇനി അത് പോട്ടെ, സിനിമ എന്താ? സിനിമ കാണാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് സാറേ, ഇതൊക്കെ സമൂഹത്തിന് ചെയ്യുന്ന ഉപദ്രവം എന്താ? സംഗീതം എന്ത് ഉപദ്രവമാണ് നമുക്ക് ചെയ്യുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആസ്വാദിപ്പം, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ ആകുമ്പം അതിന്റെ ആ ഒരു ഫ്ലോയിനനുസരിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് എന്ത് ഉപദ്രവമാണ് ഒരു വ്യക്തിക്ക്, സമൂഹത്തിന് ചെയ്യുന്നത് സംഗീതം? വിശദമായിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം അടുത്ത ടോപ്പിക്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, വേണമെങ്കിൽ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ റെഡിയാണ് ഇതിന്, ഈ ടോപ്പിക്. ഇതിൽ ഗൗതം അറിയേണ്ടത് സംഗീതം എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്നറിയോ? എന്തുകൊണ്ടാണ് കലകൾ എതിർക്കപ്പെടണമെന്നറിയോ? ആ കലകൾ അവരുടെ ഉള്ളിലെ ഈ പറയുന്ന ഒരു നൈർമല്യത്തെ ഉണർത്തും. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മറ്റൊരുത്തന്റെ വികാരങ്ങളെ, അവന്റെ ഈ പറയുന്ന പോലെ ഇല്ലായ്മകൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ, അവന്റെ സങ്കടങ്ങളെ നമ്മുടേതു കൂടിയാണെന്ന് തോന്നിക്കാനുള്ള ഒരു കഴിവാണ് ഗൗതം കലക്കുള്ളത്. മനസ്സിലായോ? തീർച്ചയായിട്ടും. അവിടെ അത് സംഗീതം. ഇനി അടുത്തത് സംഗീതം. സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? സംഗീതം നിങ്ങളുടെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചു കളയും. മനസ്സിലായോ? മൈക്കൽ ജാക്സൺ മുതൽ റാപ്പർ വേടന്റെ വരെ സംഗീതം കേട്ടുവയ്ക്കോ, നമ്മൾ അറിയാതെ അതിനോട് അലിഞ്ഞില്ലാതാവുകയും നമ്മൾ തുള്ളുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അങ്ങനെ താതാത്മ്യം പ്രാപിച്ചാലുള്ള കുഴപ്പമെന്നാണെന്നറിയാം. ഈ ഗൗതം പറഞ്ഞ പോലെ സെപ്പറേഷൻ മതമില്ലാതാവും. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ മതം ഉണ്ടാകണം. ആ മതം ഉണ്ടാകണം. മതം അത്യാവശ്യം. മതം പോലും പോരാ, മതഭ്രാന്ത് ഉണ്ടാവും. മതം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ആ മതത്തിനും അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും എതിർക്കപ്പെടുന്നതെന്നറിയോ? എതിർക്കപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവർ മതത്തിനെതിരാണ്, അവർ മിശ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി കത്തിനോട് പറയാം. മതം ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ആവശ്യം ആർക്കാണെന്ന് അറിയുമോ? അതറിയോ ഗോപത്തിന്? ഇന്ന് ഇന്ത്യയിൽ എത്ര പേർക്ക് IT കമ്പനിയിൽ ജോലി ഉണ്ടെന്ന് ഗോപത്തിന് അറിയോ? അതിന്റെ 3 ഇരട്ടി ആളുകളാണ് മതം കൊണ്ട് ജീവിക്കുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നവർ ഒരു പണിയെടുക്കാതെ ജീവിക്കുന്നവരാണ്. മനസ്സിലായേ? അപ്പൊ അത്തരം വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു വ്യവസായം കൂടിയാണിത്. ആ വ്യവസായം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യവസായമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഏതെങ്കിലും ആരാധനാലയങ്ങൾ ഇൻകം ടാക്സ് അടക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത് കണക്കില്ലാത്ത പണം വലിയ തോതിൽ വരാനും അത് യഥേഷ്ടം കൈകാര്യം ചെയ്യാനുമുള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പുറകിലുള്ള ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ തന്ത്രപരമായി അതിനനുസരിച്ച് നെയ്തെടുത്ത കാര്യങ്ങളാണ്. അതായത് ഹിന്ദു സമുദായത്തിൽ തന്നെ ഇപ്പൊ ബ്രാഹ്മണർ ഞങ്ങൾ വളരെ വിശിഷ്ടരായിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ് ഒരു അറിയാതെ അവന്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറ്റി, ആ കയറ്റിയതിന് ശേഷം അവിടെ പണിയെടുക്കാതെ ജീവിക്കാനുള്ള തന്ത്രം അവൻ സെറ്റ് ചെയ്ത് വെച്ചു. അതിൽ പെട്ടുപോയവരാണ് ഞാനും ഗൗതവും എല്ലാവരും. കാരണം ഇപ്പോഴും നമ്മൾ ഒരാൾ നമ്പൂതിരിയാണ്, ബ്രാഹ്മണാണെന്ന് കേട്ടാൽ ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞൊരു കട ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നും. ഉടുപ്പി ബ്രാഹ്മിൺസ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ആ സമയം മറ്റേ പുല എന്ന് പറഞ്ഞൊരു കഥ എഴുതി വെച്ചാൽ ചിലപ്പോൾ ഹരിജൻ എന്ന് എഴുതി വെച്ചാൽ നമ്മളവിടെ കയറില്ല. ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ബോധമാണ്. ഇത്തരത്തിലുള്ള ബോധങ്ങൾ. ഇനി ഞാൻ ഗൗതത്തോട് വേറൊരു കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ. ആരാണ് വെളുപ്പ് നല്ലതാണെന്ന് കറുപ്പ് മോശമാണെന്നും പറഞ്ഞു? ഗൗതം ഈ രവിചന്ദ്രനും ആരിഫ് ഹുസൈൻ തിരുവത്തൊക്കെ പറയുന്നതിന്റെ പ്രശ്നം എവിടെയെന്നറിയോ? ഈ മതമില്ലാതായാലും ഈ വിഭജനം ഇല്ലാതാവില്ല.
ആരിഫ് ഹുസൈൻ തെരുവോത്തും അതുപോലെ രവിചന്ദ്രനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതം അങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, മതം ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളികൾ നടക്കില്ലല്ലോ എന്നാണ്. തെറ്റാണത്. മതമില്ലാതായാൽ വേറെ എന്തെങ്കിലും കാര്യം വരും. ഇപ്പൊ അമേരിക്കയിൽ മതത്തെക്കാൾ എളുപ്പം വിഭജിക്കാൻ എന്താണ്? ഒരൊറ്റ കാര്യമുള്ളൂ, അത് വെളുപ്പും കറുപ്പുമാണ്. അപ്പൊ അത്തരത്തിൽ ഇവിടെ ഇന്ത്യൻസ് പോലും നേരിടുന്നുണ്ട്. നേരിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ എന്നോടൊപ്പം ചേർത്ത് വെക്കാൻ വേണ്ടിയാണ്. മനസ്സിലായ? ആ എന്നോടൊപ്പം ചേർത്ത് വെക്കലിന്റെ ഭാഗമായിട്ടാണ് യുദ്ധങ്ങൾ പോലും ഉണ്ടാവുകയും യുദ്ധത്തിൽ മരിച്ചു വീണവൻ നിങ്ങൾ എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ നേരെ സ്വർഗത്തിൽ പോകുന്ന പറയണം. ആരാ പറയണ? ഈ രാജാക്കന്മാരും ഈ പറയുന്ന അവരുടെ ഫുഡ് കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ബ്രാഹ്മണന്മാരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തോ? മരിച്ചു വീണോ? കാരണം വെച്ചാൽ ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാ കൗരവന്മാരും നോക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ മറ്റേ അർജുനനും ഭീമനും ഈ പറഞ്ഞ നകുലിനും സഹദേവനും ഒക്കെ ചെല്ലുമ്പോൾ സഹദേവൻ ചോദിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് സ്വർഗത്തിൽ വന്നത്? കാരണം എന്താ വെച്ചാൽ ഇവർ ഇത്രയും വൃത്തികെട്ട മോശപ്പെട്ട ആളുകൾ എന്തിനാണ് സ്വർഗത്തിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്? അത്യുത്തരാണ് പറയണ, അവർ യുദ്ധഭൂമിയിൽ പോരാടി മരിച്ചു വീണവരാണെന്നാണ്. ഇതൊക്കെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇന്നല്ല പൊളിറ്റിക്സ് ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി കൃത്യമായി ഒരു ക്രീമി ലെയർ സെറ്റ് ചെയ്തെടുത്തതാണ്. ആ സെറ്റ് ചെയ്തെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും നിരവധി ആളുകൾ കാട്ടിൽ കഴിയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ഇപ്പൊ ഗൗതത്തിന് ഒരു അത്ഭുതമുണ്ട്. ഞാനിതൊക്കെ ഇപ്പൊ എന്റെ ചാനലിൽ ഇരുന്ന് പോലും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. സാർ, ഇപ്പൊ ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മിന്റെ ഒരാശയം എന്ന് പറയുന്നത് വിശ്വാസമുള്ളവർ വന്നാൽ മതി എന്നുള്ളതാണ്. അവിശ്വാസികള് നരകത്തിൽ പോകേണ്ടവരാണ്, അല്ലെങ്കിൽ അവിശ്വാസികള് വേണ്ട. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഈ അവിശ്വാസികളെ വേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ സത്യത്തിൽ ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെന്റ് അടിയന്തരമായ ഒരു നിയമം കൊണ്ടുവരണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായ വിശ്വാസപരമായ ഒരു ബ്രാൻഡിങ്ങും ഒരു വ്യവസായ സ്ഥാപനത്തിനും എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ഒന്ന്. നമ്പർ 1, അമ്പലങ്ങളോ പള്ളികളോ മോസ്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അനുവദിച്ചു. അല്ലാതെയുള്ള മറ്റൊരു തരത്തിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് അനുവദിക്കരുത്. ഒന്ന്. രണ്ടാമത്തത് സിമ്പിളായിട്ട് ഈ പണിയൊക്കെ നിർത്തും. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ പണം വരുന്നത് ആലോചിച്ചത്. കാരണം ഇതൊന്നും കൊണ്ട് പണം വരില്ല. ഇതൊന്നും കൊണ്ട് ഒരു ബിസിനസ്സിൽ പണം വരില്ല. ആ പണം വരാൻ തക്ക രീതിയിലേക്ക് ഈ സമൂഹം മോശമായിട്ടില്ല. അതുകൊണ്ട് പണം വരില്ല. പക്ഷെ ഒറ്റ കാര്യം, അത് തെറ്റാണെന്നാണ്. പണം വരില്ല. ഈ വിശ്വാസം ആചരിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന് ഓക്കെയാണ്. ഇതിലിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പലരും നടത്തുന്ന ഒരു കമന്റാന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള കുറെ പേർക്ക് ജിമ്മിൽ പോകണം താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, പർദ്ദ ധരിച്ചിട്ട്, അപ്പം അവർക്കത് പോകാൻ പറ്റില്ല. ഇപ്പൊ അവർക്ക് ഓക്കെയാണ്. ഇത്തരം വിശ്വാസം ആചരിക്കുന്ന ആളുകൾക്ക് അവർക്കായിട്ടൊരു ജിമ്മ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, അവർക്ക് പോകാലോ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ താങ്കളോട് ഉറപ്പിച്ച് പറയുന്നു, ഇത് ഇവിടെയല്ല, ഇനി മലപ്പുറത്ത് കൊണ്ടുപോയി തുടങ്ങിയാലും ആള് വരില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ അതിൻ്റെ 6 മാസത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാണെങ്കിൽ ജിമ്മ് കൂട്ടിപ്പോവും. അങ്ങനെയൊന്നുമുള്ള അഭ്യാസം കൊണ്ടൊന്നും മാത്രം ഇവിടെയുള്ള 80% ഈ നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ 1%, 2% സാർ, ഇത് കേരളാസ് ഫസ്റ്റ് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മ. ലോകത്ത് ഇത്തരത്തിലുള്ള ജിമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലും പലതും ഉണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇതേ പ്രവർത്തിക്കൂ. എന്താണ്, ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാ ഇംഗ്ലണ്ടിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനൊക്കെ വേറെ സിറ്റുവേഷൻസും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ ലോകത്തിന്റെ ചർച്ചയിലേക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ലോകത്ത് തന്നെ ഇതെങ്ങനെ നടത്തപ്പെടുന്നു എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ നടത്തപ്പെടുന്നു എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്. ഇനി രണ്ടാമത്, കേരളത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഗോത്തിന് അറിയാം എന്താന്നുള്ളത്. ഇതെങ്ങനെ പാലക്കാട് വന്ന് ഗോതം ചിന്തിച്ചിട്ടുണ്ട്? BJP എന്തുകൊണ്ടാണ് ആ വിഷയമുണ്ട് അവിടെ? ഇതൊക്കെ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളും ഫണ്ട് ചെയ്യാൻ ആളുകളുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പുതുനഗരത്തിരുന്ന് അവൻ ഈച്ചയെ ആട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ഈ പരിപാടി ഒന്നുകൂടി വിജയിക്കില്ല. എനിക്ക് തോന്നുന്നില്ല വിജയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി. വിജയിക്കും. എങ്ങനെയാണെന്നറിയാമോ? വേറെ ആരെങ്കിലും വെറുതെ കൊണ്ടേ മാസം പണം കൊടുക്കണമെങ്കിൽ വിജയിക്കും. ആ പണം എത്ര കൊടുക്കേണ്ടെന്ന് മാത്രം. അതെന്തായാലും ഇല്ലീഗലാണല്ലോ. അത് ഗവൺമെന്റ് നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. 3-ാമത്തെ ദിവസം മറ്റേ സാധനം എടുത്തു പൊളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അത്രേ ഉള്ളു. ഇതിനെ എതിർക്കുന്നവരാരാ? അതായത് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മ് നമ്മളൊരു സമൂഹമായിട്ട് എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംഗതിയാണ്.
അപ്പൊ ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ അതായത് ഭക്ഷണത്തിലും അല്ലെങ്കിൽ വ്യായാമത്തിലും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും മതം തിരികെ കയറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. ആരാണ് ഇതിനെ എതിർക്കുന്നത്? എതിർക്കാനായിട്ട് ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നു? അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നത് ആരാണെന്നറിയാം? ജനൻ ടി വി ആണ്. ജനൻ ടി വി മാത്രമാണോ ഇതിനെ എതിർക്കേണ്ടത് എന്നുള്ളതാണ്. മീഡിയ വൺ കൂടി ഇതിനെ എതിർക്കേണ്ടേ? ഏതാ? മീഡിയ വൺ എതിർക്കില്ലല്ലോ. മീഡിയ വണ്ണിനെ അങ്ങനെ എതിർക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. മീഡിയ അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ആകാശത്ത് നിന്ന് അമ്പിളിമാനെ പിടിക്കണമെന്ന് പറയുന്ന പോലെയുള്ള ഒരു ആഗ്രഹമാണ്. അത്ര ദുരാഗ്രഹം പാടില്ല, അത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരെ എതിർക്കും. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ പുറകെ നടക്കും. പക്ഷെ ഇത് പരാജയപ്പെടും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഫണ്ട് ചെയ്യാനില്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകില്ല. ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ സ്ഥലമൊന്നുമല്ല പാലക്കാട്. ഒരു കാരണവശാലും അവിടെ ഇത് എന്ത് ചെയ്യില്ല, നടപടിയാകുന്ന കേസല്ല. ഞാൻ പറഞ്ഞ മലപ്പുറത്ത് നിങ്ങൾ കൊണ്ട് വെച്ചോ, ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലത്തു. കാരണം മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേരും ഇത്തരം ഈ പറഞ്ഞ പോലെ അഭ്യാസങ്ങളിലൊന്നും വീട് പോകുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇപ്പം നിങ്ങളൊരു വുമൺ മാത്രമായിട്ടുള്ള ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് വരുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർ ബാക്കിയുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് തന്നെ ആ നവാസ് മുത്തു എന്ന് പറയുന്ന അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാനിത് ബാക്കിയുള്ളവർക്കും ജോയിൻ ചെയ്യാം, പക്ഷെ വേറെ അവർക്ക് മാത്രം നല്ല വിചാരിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു. വേറെ ജോയിൻ ചെയ്യാം, പക്ഷെ ഈ ഗൈഡ് ലൈൻസ് പാലിക്കണം. ഏതാ ഈ ഗൈഡ് ലൈൻസ് ഉണ്ട്? അല്ല, ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കോ ഇതൊക്കെ നടക്കുമോ എന്നുള്ള അറിയില്ല. ഇപ്പൊ അവരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? ഇതിപ്പോ നാഷണൽ ലെവലിലും കേരളത്തിലും ഒക്കെ ഒരു വിഷയമായി, ജനൻ ടി വിക്കൊക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ വിഷയമായി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇത് സമൂഹത്തിലേക്ക് ആഹാ ഇപ്പൊ ഇവര് ജിമ്മും കൊണ്ട് പോയി കൂടി വരികയാണ് എന്ന് ചോദിക്കുകയും, ഇനി കുറച്ച് പേര് ഗൗതമൊക്കെ ചോദിക്കുന്ന പോലെ എന്നാ പിന്നെ നമ്മളും ഒരു ഫ്രണ്ട്ലി ജിമ്മ് തുടങ്ങാന്നൊക്കെ വിചാരിക്കുകയും നാളെ അടുത്ത അല്ല ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഡിസ്കഷനിലല്ല, ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നും. വിഭജനം ഉണ്ടാവും. ആ തോന്നലിന് വേണ്ടി മാത്രമാണത്. എന്നിട്ട് മറ്റത് കൂട്ടും, ഇതെന്ത് ചെയ്യും? ഇത് പിന്നെ ചിലപ്പോൾ നടക്കുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഈ നിയമങ്ങളൊന്നും അതിനകത്ത് ഇല്ലല്ലോ. സാധാരണ ഡ്രസ് ഇട്ട് തന്നെ വന്നാൽ മതി, ഹിന്ദു ഫ്രണ്ട്ലി ആണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അത് നടക്കും. അപ്പൊ അതുപോലെയുള്ള പല, ശരിക്കും പറഞ്ഞാൽ റേറ്റും കൂടി കുറച്ച് കൊടുത്താൽ മതി, അപ്പൊ ആളുകൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഉദ്ദേശം ഇവിടെ ഉള്ള, ഞാനൊരു കാര്യം തോന്നുന്നു, ഞാൻ ഇത്തരത്തിലുള്ള ഈ ജിമ്മിന്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മളുള്ള ചർച്ചയെ പോലും ഞാൻ നേരത്തെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിവിടെ ഇത്തരത്തിൽ ഈ വിഭജനം ആക്സിലറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായില്ല. ആ കാര്യം ഇപ്പൊ ഗംഭീരമായിട്ട് നടക്കാൻ പോണേ. യഥാർത്ഥത്തിൽ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അല്ല, ഇതിൽ അനുകൂലിക്കുന്നവരുടെ എണ്ണം ഒരാളെങ്കിൽ ഒരാളെ, രണ്ടുപേരെങ്കിൽ രണ്ടുപേരും വർദ്ധിച്ചാൽ മതി. അതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ എതിർക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. അത് രണ്ടുമാണ് ഉദ്ദേശം. അങ്ങനെ രണ്ടും ഉദ്ദേശം നടത്താൽ മതി, വേറൊന്നുമില്ല. ജിമ്മിൽ പോയിട്ട് ആളുകൾക്ക് മറ്റേ എക്സസൈസ് ചെയ്ത് ബോഡി ബിൽഡിങ് 6 പാക്ക് ഒന്നും ഉണ്ടാക്കണ്ട. ഇത് നടന്നു കിട്ടിയാൽ മതി. അതാണ് അതിന്റെ ഉദ്ദേശം. അത് നടക്കും.